ഗോൾഡിന്റെ വില ഇപ്പൊ നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് പകരം നമ്മളിപ്പോ സിൽവർ വാങ്ങണോ? അപ്പൊ ഇതിന് നമ്മളെ സഹായിക്കുന്ന ട്രിക്ക് ഉണ്ട്. അതാണ് ഗോൾഡ് സിൽവർ റേഷ്യോ. ഇപ്പൊ 80/50 റൂൾ എന്ന് ഇത് അറിയപ്പെടും. ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഗോൾഡ് പ്രൈസ് സിൽവർ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1 ഗ്രാം ഗോൾഡിന്റെ വിലയ്ക്ക് നമുക്ക് എത്ര ഗ്രാം സിൽവർ വാങ്ങാം എന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണിത്. അതായത് എത്ര ഗ്രാം സിൽവർ ആണ് 1 ഗ്രാം ഗോൾഡ്. ഇപ്പം ഈ റേഷ്യോ 80ന് മുകളിൽ പോവുകയാണെങ്കിൽ ഗോൾഡിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിൽവർ ചീപ്പ് ആവും. ഇപ്പം നമ്മളോട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2020 കോവിഡ് ക്രാഷിന്റെ സമയത്ത് റേഷ്യോ 100ന് മുകളിലേക്ക് കയറി 125 എത്തി. പിന്നീട് റേഷ്യോ നോർമലൈസ് ആയപ്പോഴേക്കും സിൽവറിന്റെ വില ഇവിടെ കൂടി. ഇപ്പം ഈ റേഷ്യോ 50ന് താഴെ പോയിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്ലി സിൽവർ ഇവിടെ എക്സ്പെൻസീവ് ആവും, ഗോൾഡ് ആവും ഇവിടെ സ്മാർട്ട് ചോയ്സ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ 2011 ഈ റേഷ്യോ ഏകദേശം 30 മുതൽ 35 വരെ ആയിട്ട് കുറഞ്ഞു. ശേഷം ഗോൾഡ് നന്നായിട്ട് പെർഫോം ചെയ്തു. സിൽവറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയൊരു കറക്ഷൻ കണ്ടായിരുന്നു. ഇപ്പം ഗോൾഡ് ടു സിൽവർ റേഷ്യോയുടെ ലോങ് ടേം ആവറേജ് വരുന്നത് ഏകദേശം ഒരു 65 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിമ്പിൾ തം റൂൾ നിങ്ങൾ നോക്കുക. അതായത് റേഷ്യോ കൂടുതലാണെങ്കിൽ സിൽവർ ആവും ഇവിടെ കൂടുതൽ അട്രാക്റ്റീവ്. ഇനി റേഷ്യോ കുറവാണെങ്കിൽ ഗോൾഡ് ആവും ഇവിടെ കൂടുതൽ അട്രാക്റ്റീവ്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ ഗോൾഡ് ജ്വല്ലറിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എന്താണ്, എപ്പോഴും ഈ റേഷ്യോ യൂസ് ചെയ്തിട്ട് സിൽവറും കൂടി അവർ ട്രാക്ക് ചെയ്യും. ഇപ്പം നിങ്ങൾ ഏത് സൈഡിലാണ്? ഗോൾഡ് ആണോ സിൽവർ ആണോ? താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാം.